സൗണ്ട് പോയിട്ട് ഒരാളുടെ വീട്ടിൽ വലിയ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. വലിയ ജർമ്മൻ ഷെപ്പേർഡ്, ഭയങ്കര സൗണ്ടാ. പാടത്തിന് അക്കരെ കേൾക്കാം ഇങ്ങനെ കുരയ്ക്കുന്നൊരു പട്ടി. ഭയങ്കര കൊര, കിളിങ്ങും പട്ടിയുടെ കൊര കേട്ടിട്ട്. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഈ പട്ടിയുടെ സൗണ്ട് പോയി. അങ്ങനെ അപ്പൊ ഇതിനെ മൃഗ ഡോക്ടർ എടുത്ത് കൊണ്ടുപോയിട്ട് ഇവര് നോക്കും. പിന്നെ തൊണ്ടയ്ക്ക് വല്ലതും പറ്റിക്കാണെന്ന് തൊണ്ട മുഴുവൻ പരിശോധിക്കും. എന്ത് ചെയ്തിട്ട് എന്നിട്ടല്ലാതെ ഇതിന്റെ സൗണ്ട് അങ്ങ് സെറ്റപ്പ് ആകുന്നില്ല. എന്താ തൊണ്ടമാണ് ഇവരെല്ലാം പരിശോധിക്കുന്നത്. എന്ത് ചെയ്തിട്ട് ഈ ശബ്ദം എന്തുകൊണ്ടാ പോയെന്ന് മനസ്സിലാവില്ല. വലിയ ശബ്ദത്തിൽ കുറഞ്ഞോണ്ടിരുന്ന. പിന്നെ അവസാനം ഒരു ഡോക്ടർ കണ്ടുപിടിച്ച കാര്യം എന്താന്ന്. ഡോക്ടർ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് വാല് പൊക്കി എന്തോ ചെയ്തു. സൗണ്ട് തിരിച്ചു കിട്ടി. പട്ടി രക്ഷപ്പെട്ടു. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ വീട്ടിൽ ഒരു അംബാസിഡർ കാർ ഉണ്ടായിരുന്നു. അത് നിർത്തിയിട്ടിട്ട് എടുത്തോണ്ട് പോയപ്പോ നിലത്ത് ഓയിൽ വീണെടുപ്പുണ്ടായിരുന്നു. ഈ പട്ടി ആദ്യമേ വന്ന് ഇരുന്നു. അതേ വന്നിട്ട് ഇരുന്നിട്ട് എണീറ്റ് പോകുമ്പം ഈ പട്ടി കുരയ്ക്കുമ്പോ ഓ എന്ന് പറയും. നീ വേണേ ചുമച്ചു നോക്കിയോ. കുരയ്ക്കുമ്പോ ബാക്കിൽ ഒരു കമ്പർഷൻ പിടിക്കുന്നുണ്ട്. പിടുത്തം കിട്ടുക. നിങ്ങൾ നസീർ വേണേ കുറച്ച് നോക്ക്. നമ്മൾ ചുമക്കുമ്പോ ബാക്ക് പിടിച്ചിട്ടാ ഫ്രണ്ട് ചുമക്കുന്നത്. ഇത് ഓയില് പറ്റിയിട്ട് ബാക്ക് തന്നെ പോവാ. സസ്പെൻഷൻ കിട്ടുന്നില്ല എയറിന്റെ. അപ്പം അതങ്ങ് തുടച്ചപ്പം ഫുൾ ശക്തി. അങ്ങനെ ചെറിയൊരു ഓയിലിന്റെ പ്രശ്നത്തിലാണ് 3 ദിവസം ഒരു തൊണ്ട പരിശോധിച്ചുകൊണ്ട്